चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेष भद्रेष नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति न तं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं श्रीचैतन्यमीश्वरं श्रीपरमानन्दमाधवं हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेशा गोपिका कांता राधा कांत नमस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिये ईश्वर परम कृष्ण सच्चिदानंद विग्रह अनादिरादिर्गोविंद सर्वकारण कारणं जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा 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 हरे 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 राम 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 हरे हरे ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। आत्मपौमेन सर्वत्र समं पश्यति अर्जुन सुखं वा यदि वा दुःखं स योगी परमो मतः। ആത്മഭൗമേന സർവത്ര സമം പശ്യതി അർജുന സുഖം വാ യതി വാ ദുഃഖം സയോഗി പരമോമത. അല്ലയോ അർജുന, എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ വർദ്ധിക്കുന്നവനാണ് ഉത്തമനായ യോഗി. ഒരു യോഗിയെക്കുറിച്ച് പറയുകയാണ്. നമുക്ക് ഭഗവത്ഗീത ക്ലാസ് എടുക്കാം, ശ്രീമദ് ഭാഗവതം ക്ലാസ് എടുക്കാം. പക്ഷേ ആ എടുക്കുന്നയാൾക്ക് ഇതിലുള്ളതിന് അങ്ങനെ പറഞ്ഞു കൊടുക്കാം, അനുഭവിച്ചിട്ട് പറയാം. രണ്ടും വ്യത്യാസമുണ്ട്. ജ്ഞാനം വിജ്ഞാനം രണ്ടിനും വ്യത്യാസമുണ്ട്. ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ പഠിച്ചത് അതിനങ്ങനെ പറയും. പക്ഷെ വിജ്ഞാനം എന്ന് പറയുമ്പോൾ പഠിച്ച കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പഠിച്ചതുപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എല്ലാ കാര്യവും. അപ്പോൾ അതിൽ ഒരുപാട് വീഴ്ചകളുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാൻ സാധിക്കാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ എക്സ്പീരിയൻസ് നേടിയ വ്യക്തിയായിരിക്കും ആര്? ഭക്തൻ. സ്വ അനുഭവം ഉണ്ടാകും ആ വ്യക്തിക്ക് ഭക്തിമാർഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിൽ എല്ലാവരും ഒരേപോലെയല്ല. ചിലപ്പോൾ ഒരാളുടെ അടുത്ത് ഞാനിവിടെ ചോദിക്കുകയാണ്, എല്ലാവരും രാവിലെ നാമം ജപിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരാൾ പറയും ജപിക്കുന്നുണ്ട് എന്ന് പറയും, ഒരാൾ ജപിക്കുന്നില്ല എന്ന് പറയും, ഒരാൾ ഒരു മാല, ഒരാൾ ഞാൻ ജപിക്കുമ്പോൾ ഉറങ്ങുമെന്ന് പറയും, ഒരാൾ എനിക്ക് നടന്നാലേ ജപിക്കാൻ സാധിക്കൂ എന്ന് പറയും. ഇങ്ങനെ പല കാരണങ്ങൾ പറയും. പക്ഷേ നമ്മൾ ശാസ്ത്രമനുസരിച്ച് ഒരിടത്തിൽ ഇരുന്നിട്ട് ജപിക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കും, ഇനിയൊരാൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. ഉടനെ നമ്മൾ കുറ്റം പറയാൻ പറ്റുമോ? പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? എനിക്ക് സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളൊക്കെ എന്താണ് ജപിക്കുന്നത്? ഇങ്ങനെയാണോ ജപിക്കുന്നത്? ഇങ്ങനെ ജപിക്കുന്നതിൽ ഒരു ഗുണവുമില്ല, അങ്ങനെ ജപിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും?
ഇങ്ങനെ ജപിക്കുന്നതിനേക്കാളും ജപിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും. അപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ എന്ത് മനസ്സിലാക്കി? ഞാൻ ആ വ്യക്തിയുടെ സാഹചര്യത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ല. ചിലപ്പോൾ ഒരാൾക്ക് ഇരുന്ന് ജപിക്കാൻ പറ്റില്ല, അവർക്ക് നടുവേദന ഉണ്ടാവും, വയസ്സായവരായിരിക്കും. ചിലപ്പോൾ ഒരാൾക്ക് ഇരുന്നാൽ അവർക്ക് ഉറക്കം വരും. അപ്പോൾ അവരെ ഇരുന്ന് ജപിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ ജപിക്കാനേ സാധിക്കില്ല. കാരണം നമ്മൾ പറയുന്ന നിയമം അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവർ ജപിക്കാതെയാകും. ജപിക്കാതായാൽ അവരുടെ ആധ്യാത്മികത്തിൽ പുരോഗതി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ പക്ഷേ എങ്ങനെയെങ്കിലും ജപിക്കുമെങ്കിൽ എന്താ സംഭവിക്കും? ഏതെങ്കിലും രീതിയിൽ ജപിച്ചാൽ അയാൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാകും, ജീവിതത്തിലൊരു മാറ്റം ഉണ്ടായി തുടങ്ങും, അല്ലേ? ചിലപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, കാരുണ്യം കൊണ്ട് ഇരുന്ന് ജപിക്കാനും സാധിക്കും, അല്ലേ? ആ ശക്തി ആരാ തരുന്നത്? നമുക്കെല്ലാം ഈശ്വരനാണ് തരുന്നത്. പക്ഷെ ജപിക്കാതെ ഇരുന്നാൽ എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ജീവാത്മാവിനെ ഭഗവത് ഭക്തിയിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി, അല്ലേ? എങ്ങനെയെങ്കിലും ഓടിക്കുക എന്നുള്ളതല്ല. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? ഏതെങ്കിലും മാർഗത്തിൽ അവരെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ. അത് പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ഒരാൾക്ക് ജപിക്കാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല, പക്ഷെ അവർ വന്ന് കൃത്യമായിട്ട് കറക്റ്റ് ടൈമിന് പ്രോഗ്രാം തീരുന്ന സമയത്ത് വന്ന് പ്രസാദം കഴിച്ചിട്ട് പോകും. അപ്പോൾ ഒരാൾ പരിഹസിക്കും, കറക്റ്റ് കഴിക്കാൻ വന്നു എന്ന് പറയും. പക്ഷേ അത് വലിയൊരു ഭാഗ്യമാണ്. ആ വ്യക്തി എവിടെയെങ്കിലും പോയി കഴിക്കുന്നതിനേക്കാളും മഹാപ്രസാദം കഴിക്കാൻ കറക്റ്റാണ് വന്നില്ലേ, ആ ഒരു മനസ്സില്ലേ, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രസാദം നല്ലതായിട്ട് വിളമ്പിക്കൊടുത്ത് കഴിപ്പിക്കണം അവരെ കൊണ്ട്. കാരണം എന്തുകൊണ്ട്? അതും എന്താണ്? ഭഗവത് പ്രസാദമാണ്. പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരുണ്യമാണ്. ചിലപ്പം വീട്ടിലുള്ളവർ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നു, ഒരു നാമം ജപിക്കാൻ പറഞ്ഞാൽ വീട്ടിലുള്ളവർ കേൾക്കുന്നില്ല, ഭഗവത്ഗീത വായിക്കുന്നില്ല, എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയുന്നു എന്ന് പറയും. ഇപ്പോൾ ഇവരൊക്കെ എന്ത് ആൾക്കാരാണെന്ന് വിചാരിക്കും. പക്ഷെ അവർ ഏത് നിലവാരത്തിലായിരിക്കുന്നത്, ഏത് ഗുണത്തിലായിരിക്കുന്നത്? അവർ സാത്വിക ഗുണത്തിലായിരിക്കില്ല, തമോ ഗുണത്തിലായിരിക്കും, രജോ ഗുണത്തിലായിരിക്കും. അവരെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അവരെ എങ്ങനെ കൊണ്ടുവരാം? ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് പ്രസാദം കൊണ്ട്, പായസം കൊണ്ട് കൊടുത്താൽ മതി. ആ പ്രസാദം അവരിൽ മാറ്റം ഉണ്ടാകും. പ്രസാദേ സർവ്വദുഃഖാനി ഹാനിരസ്യോപജായതേ. സർവ്വദുഃഖങ്ങളിലിരുന്ന് അവരെ മാറ്റം ഉണ്ടാക്കിയെടുക്കും ആ പ്രസാദം. അപ്പോൾ ഇവിടെ എന്താണ് എഫക്റ്റ് ആയത്? പ്രസാദം. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ആ ജീവാത്മാവിനെ കൃഷ്ണഭക്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോൾ ചില വീടുകളിൽ ബുക്ക് വായിക്കും. എന്തിനാണ് വായിക്കുന്നത് വെച്ചാൽ ഭർത്താവ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. പക്ഷെ ഉറക്കെ വായിക്കും. അദ്ദേഹത്തിന് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. നിർത്തിയിട്ട് പോകുമോ, രാവിലെ തുടങ്ങി എന്ന് പറഞ്ഞ് ചീത്ത പറയും. എന്തിനാണ്? ഇവരെന്താ ഉദ്ദേശിച്ചത്? എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് കേൾപ്പിക്കുക എന്നാണ്. നല്ലതാണ്. പക്ഷേ ഇറിറ്റേറ്റ് ആവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി വായിക്കരുത്, തിരിച്ച് വായിക്കരുത്. അദ്ദേഹത്തിന് കൂടുതൽ എന്താകും? കൂടുതൽ അതിൽ നിന്ന് വെറുപ്പുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ പതുക്കെ പോയിട്ട് അദ്ദേഹത്തിന് വലിയ ആളെ പോലെ കണ്ടിട്ട് പതുക്കെ പോയി ഒരു സംശയം ചോദിക്കാം. നമുക്കറിയാമുള്ള കാര്യമായിരുന്നാലും ഇതെന്താ പറയുന്നത്, എനിക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ചേട്ടന് മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും? എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, വലിയ വെയിറ്റ് ഇട്ടിട്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു തരാൻ ശ്രമിക്കുമ്പോൾ പുള്ളി എന്താ ചെയ്യുന്നത്? ഭഗവത്ഗീത വായിക്കുന്നു. ഭഗവത്ഗീതയിൽ ഒരു ലൈൻ വായിച്ചാലും ബെനിഫിറ്റാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു ജീവാത്മാവിനെ എന്ത് ചെയ്യണം? ഭഗവത്ഗീത വായിക്കണം. നമ്മുടെ ഒരു ഡിവോട്ടീസ് ഉണ്ട്, ബുക്ക് ഇങ്ങനെ കൊണ്ട് ഡിസ്ട്രിബ്യൂഷന് പോകുമ്പോൾ അവർ കൈ കൊണ്ട് പോലും തൊഴിൽ വേണ്ട എന്ന് പറയും. സാർ വേണ്ട, വാങ്ങിക്കണ്ട, ജസ്റ്റ് ഒന്ന് നോക്കൂ, തുറന്ന് നോക്കൂ, അതിലെന്തുണ്ടെന്ന് തുറന്ന് നോക്കൂ. അദ്ദേഹത്തിനെ കൊണ്ട് തൊടുവിപ്പിക്കും. ഞാൻ പറയും എന്തിനാ സമയം കളയണേ, അടുത്ത ആളിൻ്റെ അടുത്ത് ചോദിക്കാം. ഇല്ല അദ്ദേഹം തൊട്ടില്ലേ, അദ്ദേഹത്തിന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടി, ഇനി തീർച്ചയായും ഭഗവത്ഗീത വായിക്കും അദ്ദേഹം. ആ വിശ്വാസം, അതായത് എന്താ പറയുന്നത്, ഭഗവത്ഗീതയ്ക്ക് രാജ്യവിദ്യ, രാജ്യഗുഹ്യം, പവിത്രം, ഉത്തമം. ഇത് പവിത്രമാണ്. ഇത് ചുമ്മാ വീട്ടിലിരുന്നാലും അത് പവിത്രമാണ്, അതിനെ തൊട്ടാൽ പവിത്രമാണ്, അതിനെ വായിച്ചാൽ പവിത്രമാണ്, അല്ലേ? പരിശുദ്ധി നമുക്കുണ്ടാകും. അപ്പോൾ അതിനെ തൊടുവിപ്പിക്കുക ഭഗവത്ഗീത കൈകൊണ്ട് എന്ന് പറഞ്ഞാലും അതിന് ബെനിഫിറ്റാണോ? ഇല്ലേ? ബെനിഫിറ്റാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയുള്ള ആളായിരിക്കണം? മറ്റുള്ളവരുടെ സാഹചര്യം മനസ്സിലാക്കുന്ന വ്യക്തിയായിരിക്കണം ഭക്തന്മാർ. ചുമ്മാ പ്ലെയിനായിട്ട് പ്രീച്ച് ചെയ്യാൻ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല.
അപ്പോൾ കലിയുഗത്തിൽ എങ്ങനെയാണ്? കലിയുഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ ഒരു സമയമാണ്. മറ്റു യുഗങ്ങളെ പോലെയല്ല. മറ്റു യുഗത്തിലൊക്കെ ആൾക്കാർക്ക് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്യും. നമ്മുടെ കോടതിയിൽ കണ്ടിട്ടില്ലേ എന്താ വെച്ചിരിക്കുന്നത്? ഏത് ബുക്കാണ് എടുത്ത് തരുന്നത്? ഭഗവത്ഗീത, ബൈബിൾ എല്ലാം വെച്ചിരിക്കും. എന്തിനാണ് വെച്ചിരിക്കുന്നത്? അതിനത്രയും റെസ്പെക്റ്റ് കൊടുത്തു. അതിനെ തൊട്ടിട്ട് സത്യം ചെയ്താൽ കള്ളം പറയില്ല എന്ന് പറഞ്ഞാണ് അതിനെ വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പം എന്താണ്? പോകുമ്പോൾ തന്നെ പറഞ്ഞു വിടും, ഇങ്ങനെ പറഞ്ഞാൽ മതി കേട്ടാ, ഇല്ലെങ്കിൽ തോറ്റു പോകും കേസിൽ. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കള്ളം പറയിപ്പിക്കും, നമ്മളും സുഖമായിട്ട് അതിൻ്റെ പുറത്ത് തൊട്ടിട്ട് കള്ളം പറയും. അപ്പോൾ ഇത് ഏത് യുഗമാണ്? കലിയുഗമാണ്. കലിയുഗത്തിൽ ഇങ്ങനെയാണ്. പ്രോമിസ് ചെയ്യാൻ പറയുന്ന വ്യക്തി തന്നെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും? കള്ളം പറയാനായിട്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കും, അല്ലേ? അപ്പോൾ ഈ യുഗത്തിൽ ഒരു തരത്തിലും നമുക്ക് നല്ല ഒരു ഉദ്ദേശം, ആൾക്കാർക്കൊരു ജെന്യൂനായിട്ടുള്ള ഒരു ക്വാളിറ്റി കാണാനേ പറ്റില്ല. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കലേർ ദോഷ നിതേരാജൻ അസ്തിഹി ഏകോ മഹാൻ ഗുണ. കലേർ ദോഷം, കലിയുഗത്തിൽ കംപ്ലീറ്റ് എന്താ ഉള്ളത്? ദോഷം മാത്രമാണുള്ളത്. നല്ലതുണ്ടോ? കലിയുഗത്തിൽ ദോഷം മാത്രമേ. എവിടെയും ദോഷം മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആൾക്കാർക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മറന്നു. എന്താ ലക്ഷ്യം? ജീവിത ലക്ഷ്യം എന്താണ്? ഭഗവാന്റെ അടുത്ത് പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഡെയിലി പ്രവർത്തിക്കുന്നത്. ലക്ഷ്യം മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ലക്ഷ്യം മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. എന്താണ് ജീവിത ലക്ഷ്യം? ഭഗവാന്റെ അടുത്ത് പോകണോ? ഇല്ല ഡോക്ടറാണോ? എന്താണ് ലക്ഷ്യം? ഭഗവാന്റെ അടുത്ത് കൂടുക, ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയുക, അല്ലേ? ലക്ഷ്യമാണ്. എന്താ ലക്ഷ്യം? സുഖം നിലനിർത്തണം. കൂട്ടത്തിൽ സുഖം നിലനിർത്തണം, ദുഃഖത്തെ ഇല്ലാതെയാക്കണം. എന്ത് സുഖം നിലനിർത്തണം? ഭൗതിക സുഖമാണോ? പിന്നെ ആത്മീയ സുഖം. രണ്ടും വ്യത്യാസമുണ്ട്. സുഖങ്ങൾ രണ്ടുണ്ട്. ആത്മീയ സുഖമുണ്ട്, ഭൗതിക സുഖമുണ്ട്, അല്ലേ? നമ്മൾ പഠിക്കുന്നത് ഏത് സുഖത്തിന് വേണ്ടിയിട്ടാണ്? ആധ്യാത്മിക സുഖത്തിന് വേണ്ടിയിട്ടാണോ? സ്കൂളിൽ പോയിട്ട് ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്? എന്ത് സബ്ജക്റ്റാണ് നമുക്ക് പഠിപ്പിച്ചത്? നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റും എന്തിനുള്ളതാണ്? കാശുണ്ടാക്കാനുള്ളതാണ്, അല്ലേ? അത് ഭൗതികമായ വിദ്യയാണ് പഠിപ്പിക്കുന്നത്. ഏത് സ്കൂളിലാണ്? പക്ഷെ പണ്ടാണെങ്കിലോ ഗുരുകുലത്തിലാണെങ്കിലോ എന്ത് പഠിപ്പിക്കും? ആദ്യം ഭൗതികം പഠിപ്പിക്കില്ല, ആദ്യം ആധ്യാത്മികം പഠിപ്പിക്കും. ഒരു വ്യക്തി സ്വയം നന്നാവാൻ, സ്വയം രൂപപ്പെട്ട് വരാനായിട്ട് ഒരു 10-12 വയസ്സ് വരെ അവരെ എന്ത് തന്നെ പഠിപ്പിക്കും? ആധ്യാത്മികമാണ് പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീത പഠിപ്പിക്കും, ശ്രീമദ് ഭാഗവതം പഠിപ്പിക്കും. അപ്പോൾ ആ വ്യക്തി പെർഫെക്റ്റായി. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ഏത് പഠിപ്പിക്കും? അല്ലേ? അപ്പം കാശുണ്ടാക്കുന്നത് എങ്ങനെ, ജോലി ചെയ്യുന്നത് എങ്ങനെ ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അച്ഛൻ കളക്ടറാണെങ്കിൽ മക്കളെയും ആദ്യമേ ജനറൽ നോളജ് പഠിപ്പിച്ചു, അല്ലേ? അച്ഛൻ അഡ്വക്കേറ്റ് ആണെങ്കിൽ എല്ലാ കേസിൻ്റെ നൂലാമാലകളും പഠിപ്പിച്ചു കൊടുക്കും. അവനെ അപ്പം തന്നെ അങ്ങ് പ്രാക്ടീസ്, ആ കുട്ടി അത് പഠിക്കുകയും ചെയ്യും, എന്നിട്ട് നല്ല ബെസ്റ്റായിട്ട് വരികയും ചെയ്യും. പക്ഷേ ഇതൊക്കെ ഈ വിദ്യയൊക്കെ കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഭൗതികമായ നന്മ. ഇനി അത് മാത്രമല്ല, കലിയുഗത്തിൽ ആൾക്കാർക്ക് ആയുസ് കുറവാണ്. എത്ര വയസ്സ് ജീവിച്ചിരിക്കും? മാക്സിമം 100 മാക്സിമം 100 പറയാൻ പറ്റില്ലേ? എപ്പം വേണമെങ്കിലും പോവാം. എന്നാലും ആവറേജ് എത്ര വയസ്സിലെ ചത്തുവും കലിയുഗത്തിൽ? 60-70 കുറവാണ്. 50 വയസ്സിലൊക്കെ കലിയുഗത്തിലെ ആൾക്കാർക്ക് ആയുസ് വളരെ കുറവാണ്. 50 വയസ്സ് 60 വയസ്സാകുമ്പോൾ അങ്ങ് പോവും, പടാന്ന് പോവും ആൾക്കാർ, അല്ലേ? അപ്പോൾ അല്പായുസാണ് കലിയുഗത്തിൽ. ഇനി ആരോഗ്യമുണ്ടോ കലിയുഗത്തിലെ ആൾക്കാർക്ക്? ആരോഗ്യം. ബുദ്ധിയുണ്ടോ? പക്ഷേ എല്ലാം കണ്ടുപിടിക്കുന്നത് കലിയുഗത്തിലാണ്. ബുദ്ധിയുണ്ടോ? ഭഗവാൻ തന്ന ബുദ്ധിയാണ്. ബുദ്ധിയില്ല എന്ന് വേണം പറയാം. ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ മന്ദാസുമന്ദമതയ മന്ദഭാഗ്യ എന്നാണ് പറയുന്നത്. അപ്പം മന്ദബുദ്ധികളാണ്. കാരണം നമ്മുടെ ഇൻ്റലിജൻറ്റ് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഇൻ്റലിജൻ്റാണ്, അത് രാജ്യവിദ്യയാണ്. അത് പഠിക്കാനുള്ള ഇൻ്റലിജൻ്റ് ഇല്ല. എന്നാൽ ഭൗതികമായിട്ട് പോലും നമുക്ക് ഇൻ്റലിജൻ്റ് കുറവാണ്. പണ്ടത്തെ കാലത്ത് ഒരു അമ്പലം കെട്ടിയിട്ടുണ്ട്. എന്ത് കല്ല് വെച്ചാൽ യൂസ് ചെയ്തിരിക്കുന്നത്, കെട്ടിയിരിക്കുന്നത്? ബിൽഡിങ്ങൊക്കെ കരിങ്കല്ല്. ഇന്ന് എന്ത് കല്ല് കൊണ്ടാണ് കെട്ടണേ? എന്തൊക്കെയോ കൊണ്ട്. ഈവൻ ചുടുകല്ല് പോലും അല്ല, ഇപ്പം അതിനും മോശമായിട്ടുള്ള സാധനങ്ങൾ, ബോർഡൊക്കെ വെച്ചാണ് വീടുണ്ടാക്കുന്നത്. ഒരു 10 ദിവസത്തിൽ വീടുണ്ടാക്കി കയ്യിൽ തരും,
അപ്പോൾ ടെക്നോളജി വളർന്നോ കുറഞ്ഞോ? അല്ലേ? ശരിക്കും അന്നത്തെ കാലത്ത് രാവണൻ വന്നിട്ട് പുഷ്പവിമാനം പറത്തി. പെട്രോൾ വേണോ? വേണ്ട. എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്? മൈൻഡ് കൊണ്ടിട്ടാണ്, അല്ലേ? പക്ഷേ ഇന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ടെക്നോളജിയാണോ വലുത്, ഇന്നത്തെ ടെക്നോളജിയാണോ വലുത്? അന്ന് ബ്രഹ്മാസ്ത്രം യൂസ് ചെയ്തു, പക്ഷെ ബ്രഹ്മാസ്ത്രം യൂസ് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്തു, തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ടെക്നോളജി എന്നാണ് കൂടുതലായിരുന്നത്? അപ്പോൾ കലിയുഗത്തിൽ വരുമ്പോൾ ആയുസ് കുറയാണ്, ബുദ്ധി കുറയാണ്, അല്ലേ? സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിച്ചിട്ട് 100 രൂപയ്ക്ക് മേടിച്ചു, 65 രൂപയ്ക്ക് സാധനം മേടിച്ചു. ബാലൻസ് എത്ര രൂപ തരണം? 35. അവൻ എങ്ങനെ തരും? അതിൽ എഴുതി കാണിക്കും. 100 രൂപയും അവിടെ എൻട്രി ചെയ്യുമ്പോൾ 65 രൂപയ്ക്ക് സാധനം പോയിട്ട് ബാലൻസ് എമൗണ്ട് എഴുതി കാണിക്കും 35 രൂപ എന്ന്. അത് നോക്കിയിട്ട് എടുത്ത് തരും. അത് തെറ്റ് കാണിച്ചാൽ അവൻ തെറ്റായ പൈസ എടുത്ത്. അപ്പോൾ ബുദ്ധി യൂസ് ചെയ്യുന്നോ? ഇല്ല. അപ്പോൾ കലിയുഗത്തിൽ എല്ലാവർക്കും ബുദ്ധി കുറവ്, ആയുസ് കുറവ്, ശക്തിയില്ല, ഇങ്ങനെ എല്ലാം കുറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആൾക്കാർ ഭയങ്കര എനർജറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് കുറവുമില്ല, അല്ലേ? നായ്ക്ക് ജോലിയില്ല, ഇരിക്കാൻ സമയമില്ല എന്ന് പറയും. അതുപോലെ നമ്മൾ പോയി നാമം ജപിച്ചോ വായിച്ചോ സമയമില്ല എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ്? എന്തോ ഭയങ്കര എനർജറ്റിക്കായിട്ട് വർക്ക് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ട് മാത്രം ആൾക്കാർ കൂടുതൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്തിട്ട് കാശ് ആവശ്യത്തിന് കിട്ടി, തൃപ്തിയുണ്ടോ? ഇവിടെ എത്ര പേർക്ക് തൃപ്തിയുണ്ട്? ആവശ്യത്തിന് എനിക്കുള്ളത് എനിക്ക് മതി, ഇതങ്ങനെ സന്തോഷമാണ്, എനിക്ക് വേറെ ഒരു തരത്തിൽ പ്രശ്നമില്ല. അങ്ങനെ എത്ര പേരുണ്ട്? ആരുമില്ല, ഒരാൾ പോലും ഇല്ല, അല്ലേ? അപ്പോൾ തൃപ്തി എവിടെയും കാണാൻ പറ്റില്ല, അല്ലേ? കല്യാണം കഴിക്കുമ്പോൾ വിചാരിക്കും കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചാൽ വിചാരിക്കും എന്തിന് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചു. ആദ്യം ഭയങ്കര ഹാപ്പി ആയിരിക്കും, പിന്നെ ആ സന്തോഷം അങ്ങ് പോകും, അല്ലേ? ജോലി കിട്ടിയാൽ വിചാരിക്കും ജോലി കിട്ടണം, ജോലി കിട്ടിയാൽ ആ ജോലിയിൽ തൃപ്തി ഉണ്ടാവില്ല, വേറെ ജോലി കിട്ടണമെന്ന് വിചാരിക്കും, വേറെ ജോലി കിട്ടിയാൽ അതിലെങ്കിലും തൃപ്തി ഉണ്ടാവും, അതിലുണ്ടാവില്ല. കാശ് കൂടുതൽ കിട്ടിയാൽ തൃപ്തിപ്പെടാമെന്ന് വിചാരിക്കും, കാശ് കൂടുതൽ കിട്ടിയാൽ തൃപ്തിപ്പെടുമോ? അത് പെടില്ല. എവിടെ പോയാലും മാർക്ക് എടുത്തു, 1 മാർക്ക് കുറഞ്ഞു പോയി, തൃപ്തിപ്പെടുമോ? പെടില്ല. അവിടെയും എന്താണ്? നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കോഴ്സിന് പോയി, അത് കഴിഞ്ഞാൽ തൃപ്തി ഉണ്ടാവുമോ? ഇല്ല, അതിൽ പോയാൽ മതിയായിരുന്നു എന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെ തൃപ്തിപ്പെടാനേ പറ്റില്ല കലിയുഗത്തിൽ. ആൾക്കാരിൽ ഒരാളിൽ പോലും നമുക്ക് തൃപ്തി ഉണ്ടാകുന്നത് കാണാൻ പറ്റില്ല കലിയുഗത്തിൽ. അതുകൊണ്ടാണ് എല്ലാവരും വിഷമിക്കുന്നത്. എന്തിനാണ് വിഷമിക്കുന്നത്? തൃപ്തിയില്ലാത്തത് കൊണ്ടാണ്. നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടല്ല. എന്തില്ല യഥാർത്ഥത്തിൽ? നമുക്ക് തൃപ്തിയില്ല. നമുക്കുണ്ട്. ഭഗവാൻ ഈശ്വരൻ അനുഗ്രഹിച്ച് നമ്മുടെ കർമ്മം അനുസരിച്ച് ഓരോരുത്തർക്കും ആവശ്യമായതെല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ എന്തില്ല? അതില്ലെങ്കിൽ പോയി, സന്തോഷം പോയി. അപ്പോൾ ആധ്യാത്മികത്തിൽ എന്ത് കിട്ടും? എങ്ങനെ കിട്ടും? തൃപ്തി കിട്ടിയോ? ആധ്യാത്മികത്തിൽ വന്നിട്ട് അതും കിട്ടിയില്ല. പിന്നെന്തിനാ ആധ്യാത്മികത്തിൽ വന്നു? അപ്പോൾ ആധ്യാത്മികത്തിൽ വന്നാലും ശാസ്ത്രം പഠിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യം. അവിടെയാണ് നമ്മൾ തൃപ്തി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ ശാസ്ത്രം, അറിവ്, ജ്ഞാനമില്ലാതെ ഒരു വ്യക്തിക്കും തൃപ്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ എന്ത് ജ്ഞാനം വേണം നമുക്ക്? ഭഗവാനെക്കുറിച്ചുള്ള പരമമായ ജ്ഞാനം വേണം. ആ ജ്ഞാനം ഉണ്ടാകുമ്പോൾ, ഈ ശ്ലോകം നമ്മൾ പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. എങ്ങനെയാണ്? ഒരിക്കലും എല്ലാ വ്യക്തികളെയും ഒന്നുപോലെ കാണരുത്, ഒന്നുപോലെ ജഡ്ജ് ചെയ്യരുത്. പക്ഷെ എങ്ങനെ കാണണം? ഏത് രീതിയിൽ കാണണം? എല്ലാവരെയും ഒന്നുപോലെ, ആധ്യാത്മിക തലത്തിൽ എല്ലാവരെയും ഒന്നുപോലെ കാണണം. എങ്ങനെ കാണണം? പണ്ഡിത സമദർശന, എല്ലാവരുടെ ഹൃദയത്തിലും ഈശ്വരനാണ് ഇരിക്കുന്നു എന്ന് കാണണം. പക്ഷെ ഭൗതിക തലത്തിൽ എങ്ങനെ കാണരുത്? അവന് പൈസക്കാരൻ, പൈസ ഇല്ലാത്തവൻ, വിദ്യയുണ്ട്, വിദ്യയില്ലാത്തവൻ, സൗന്ദര്യമുണ്ട്, സൗന്ദര്യമില്ലാത്തവൻ, അല്ലേ? ഇവൻ പാകിസ്ഥാനി, ഇന്ത്യൻസ്, ക്രിസ്ത്യാനി, മുസ്ലിംസ്, ഇങ്ങനെ ഒന്നും ആര് കാണില്ല? ഒരു ആധ്യാത്മികവാദി കാണില്ല. ഭൗതികമായിട്ട് നമ്മളിതെല്ലാം കാണും, അല്ലേ? ഇവൻ നല്ല പഠിക്കുന്ന ആളാണ്, ഇവൻ്റെ കൂടെ കൂട്ടുകൂടാം, ഇവർക്ക് നല്ല കാശുണ്ട്, അവൻ്റെ കൂടെ കൂട്ടുകൂടാം എന്നെല്ലാം ഭൗതികമായിട്ട് നമ്മൾ കാണും. ആധ്യാത്മികത്തിൽ വരുമ്പോൾ ഇങ്ങനെയൊന്നും കാണാൻ പാടില്ല. ആധ്യാത്മികത്തിൽ എന്ത് കാഴ്ചപ്പാടാണ് ഉണ്ടാവേണ്ടത്? എല്ലാം ജീവാത്മാ. എല്ലാവരുടെ ഹൃദയത്തിലും ആരുണ്ട്? ഭഗവാനുണ്ട്. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും എന്ത് ചെയ്യണം? നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഭഗവാനുള്ള സ്ഥലത്തിന് എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യണം. ആരെങ്കിലും റെസ്പെക്റ്റ് ഇല്ലാതെ നടത്താമോ? നടത്തിക്കൂടാ, അല്ലേ? എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ്
എന്താണ്, ഗുരുവിനെ സാധാരണ ഓർഡിനറി മനുഷ്യനായിട്ട് ചിന്തിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നമുക്ക് ആധ്യാത്മിക ജ്ഞാനം ഉണ്ടാകുമ്പോൾ ഭഗവാൻ പറയുന്ന ആ ജ്ഞാനം ആരാ പഠിപ്പിച്ചു തരുന്നത്? ഇപ്പോൾ ആധ്യാത്മിക ഗുരു. അപ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെ കാണണം? ഭഗവാനെ പോലെ കാണണം, റെസ്പെക്റ്റ് ചെയ്യണം അദ്ദേഹത്തിന്. ഒരു വൈഷ്ണവനെ എങ്ങനെ കാണണം? ആ ഭഗവാൻ പറഞ്ഞു തരുന്ന കാര്യം പറഞ്ഞു തരുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കളറിലോ അദ്ദേഹത്തിൻ്റെ കാസ്റ്റിലോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലോ നമ്മൾ കമ്പയർ ചെയ്ത് പോയാൽ തീർന്നു, നമ്മുടെ ഭക്തി പോകും. അപ്പോൾ നമ്മൾ എവിടെ പോകും? നരകത്തിൽ. ഗുരുവിനെ മനുഷ്യനായിട്ട് കണ്ടാൽ എവിടെ പോകും? നരകത്തിനെ പോകും. വിഗ്രഹത്തിനെ ശിലയായിട്ട് കണ്ടാൽ എവിടെ പോകും? നരകത്തിൽ. അപ്പോൾ ശാസ്ത്രത്തിൽ പറയും ഇതൊന്നും അങ്ങനെ കാണാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണുന്നു? നമുക്ക് പെർഫെക്റ്റായിട്ടുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. അത് വിഗ്രഹമല്ല, അത് ഭഗവാനാണ്, സാക്ഷാത് ഭഗവാനാണ് എന്നുള്ള ജ്ഞാനം വരുമ്പോൾ നമ്മളങ്ങനെ കാണില്ല. ഈ വൈഷ്ണവൻ അത് ഓർഡിനറി വ്യക്തിയല്ല, സാധാരണ എത്രയോ ജീവാത്മാക്കളുണ്ട്, അവരെ പോലെയല്ല ഇവർ നാമം ജപിക്കുന്നുണ്ട്, ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, ഭഗവത് നാമം പ്രചരണം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ആ വൈഷ്ണവൻ എന്ത് ചെയ്യും? നമ്മൾ റെസ്പെക്ട് ചെയ്യും. ഈ ഗുരു എന്ന് പറഞ്ഞാൽ എത്ര ജന്മമെടുത്താലും അച്ഛനെയും അമ്മയും കിട്ടും, പക്ഷെ ആധ്യാത്മിക ഗുരുവിനെ കിട്ടില്ല. അങ്ങനെ ഒരു ഗുരുവാണ് എന്ന് നമ്മൾ ആ ജ്ഞാനം ഉണ്ടെങ്കിൽ ആ ഗുരുവിനെ എന്ത് ചെയ്യും? റെസ്പെക്ട് ചെയ്യും, അല്ലേ? ഈ ജ്ഞാനമില്ലെങ്കിൽ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആധ്യാത്മികത്തിൽ ജ്ഞാന വിജ്ഞാനം എന്ന് രണ്ടുണ്ട്. ജ്ഞാനം എന്ന് ജസ്റ്റ് അറിവ്. പക്ഷെ നമ്മൾ ഭഗവത്ഗീത നല്ല മിടുക്കന്മാരാണെങ്കിൽ ഭഗവത്ഗീത വായിക്കും, ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പക്ഷെ റിയലൈസേഷൻ ഉണ്ടാകണമെങ്കിൽ ഇടപഴകണം, ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ വൈഷ്ണവർ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ കാരുണ്യമുള്ള വ്യക്തികളാണ് എന്നാണ് പറയുന്നത്. വൈഷ്ണവരെ അങ്ങനെ കാരുണ്യമില്ലാത്ത വ്യക്തികളല്ല എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ സമഭാവനയോടെ എന്നെപ്പോലെ അവരുടെ ദുഃഖവും അവരുടെ സുഖവും എന്നിൽ കൂടെ ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ അവരെ എന്ത് ചെയ്യും? ദ്രോഹിക്കുകയോ സഹായിക്കുകയോ? സഹായിക്കും, അല്ലേ? എങ്ങനെ സഹായിക്കും? ആധ്യാത്മികത്തിൽ സഹായിക്കണം. ജ്ഞാനമുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യും? ആധ്യാത്മികത്തിൽ സഹായിക്കും. ചിലർ സഹായിക്കും, ചിലർ സഹായിക്കില്ല, ചിലർ ദ്രോഹിക്കും, മൂന്നുണ്ടാവും. അപ്പോൾ ആ അവരുടെ സിമ്പതി ഉണ്ടെങ്കിൽ, കമ്പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ സഹായിക്കും. കമ്പാഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മിണ്ടാതെ പോകും. ചിലപ്പോൾ നമ്മൾ ദ്രോഹിക്കും, ദുഷ്ടത്തനം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ ദ്രോഹിക്കും. ആക്ച്വലി നമുക്ക് എന്താണ് വേണ്ടത്? കമ്പാഷനാണ്, അല്ലേ? സിമ്പതി ഉണ്ടാവണം, ആ വ്യക്തിയുടെ അടുത്ത് കാരുണ്യം ഉണ്ടാവണം, മെർസി ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വൈഷ്ണവൻ്റെ നമുക്കും ആ ക്വാളിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ആ ക്വാളിറ്റി ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന പ്യൂരിഫൈഡ് കോൺഷ്യസ്നെസ് ഉള്ള ഒരു വ്യക്തിയാണ് യഥാർത്ഥ ഭക്തൻ. യഥാർത്ഥ ഭക്തൻ്റെ ബോധം എങ്ങനെയായിരിക്കും? പരിശുദ്ധമായിട്ടിരിക്കും. അവർ ഒരു തരത്തിലും അവരുടെ ശരീരം വെച്ചുകൊണ്ട് അവരെ അളക്കാൻ ശ്രമിക്കുകയില്ല എന്ന് പറയുന്നു. അവർ എപ്പോഴും കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിൽ കൂടെ മാത്രമായിരിക്കും ആ വ്യക്തി കാണുന്നത്, ഭൗതികമായിട്ട് കാണില്ല. അപ്പോൾ ഈ കാരുണ്യം ആർക്കും ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലിയുഗം ഇത്രയും മോശപ്പെട്ട ഒരു യുഗമായിട്ടിരിക്കുമ്പോൾ ശുഗമുനിക്ക് ആ കാരുണ്യം ഉണ്ടായി. ശുഗബ്രഹ്മം സുഖദേവ ഗോസ്വാമിക്ക് ആ കാരുണ്യം ഉണ്ടായി. കാരണം കലിയുഗം ഇത്രയും മോശമായിട്ട് എവിടെയും അസൂയ, പ്രശ്നം, ദുരിതം, വിഷമം, എന്തു കൊടുത്താലും ആൾക്കാർ തൃപ്തിപ്പെടുന്നില്ല. അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ജീവാത്മാക്കളുടെ അടുത്ത് കാരുണ്യം ഉണ്ടായത് ആർക്കാണ്? ശുഗമുനിക്കാണ്. എങ്ങനെ? പരീക്ഷത്തിൽ കൂടെ, ഈ ഒരു ഭക്തനിൽ കൂടെ അദ്ദേഹം കാരുണ്യം തന്നു. എന്താ കാരുണ്യം അദ്ദേഹം നമുക്ക് തന്നു എന്ന് പറഞ്ഞാൽ, ശ്രീമദ് ഭാഗവതത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ അവർ ആദ്യത്തെ സ്കന്ധത്തിൽ ഒരു 6 ചോദ്യങ്ങൾ ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് 6 ചോദ്യങ്ങൾ ചോദിക്കും. ഈ 6 ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് മുഴുവൻ ശ്രീമദ് ഭാഗവതവും ഇരിക്കുന്നത്. എന്താണ് 6 ചോദ്യം? ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണ്? ആദ്യത്തെ ചോദ്യം, ശ്രീമദ് ഭാഗവതം എന്തിനാണ് വന്നു എന്നുള്ളതിൻ്റെ 6 ചോദ്യം. അപ്പോൾ ആദ്യത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിക്കും. പെർഫെക്റ്റായിട്ട് ചെയ്യേണ്ട, അൾട്ടിമേറ്റ് നന്മ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിക്കും. എന്താണ്?
എല്ലാവർക്കും നന്മ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണ്? കൃഷ്ണഭക്തി അല്ലേ? എല്ലാവർക്കും നന്മ ഉണ്ടാകുന്നതാണ്. കാശ് കിട്ടിയാൽ എല്ലാവർക്കും നന്മ ഉണ്ടാകുമോ? ജോലി കിട്ടിയാൽ നന്മ ഉണ്ടാവില്ല. പക്ഷെ എന്ത് കിട്ടിയാൽ നന്മ ഉണ്ടാവും? കൃഷ്ണഭക്തി കിട്ടണം അല്ലേ? അതാണ് അൾട്ടിമേറ്റ് ഗുഡായിട്ടുള്ള ഒരു കാര്യം. ആ ഒരു സാധനം എല്ലാവർക്കും കിട്ടാനായിട്ട് ആരാ ഇവിടെ വന്നിരിക്കുന്നത്? പരീക്ഷിത് മഹാരാജ് ചോദിക്കുകയാണ്, എന്താ പറയുക, ഞാൻ 7 ദിവസത്തിൽ മരിച്ചു പോകും, ഈ 7 ദിവസത്തിൽ ബെസ്റ്റായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. എന്തായാലും മരിച്ചു പോകും, മരിച്ചു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് പോകാം, എന്തെങ്കിലും നല്ല പ്രവൃത്തി ഞാൻ ചെയ്തിട്ട് പോകാം. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഭഗവാനെക്കുറിച്ച് കേൾക്കണം, ഭഗവത് സേവനം ചെയ്യണം എന്നുള്ള കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. ഇനി ചോദിച്ചു, യഥാർത്ഥത്തിൽ വാട്ട് ഈസ് ദ എസൻസ് ഓഫ് ദ സ്ക്രിപ്ചേഴ്സ്? സ്ക്രിപ്ചേഴ്സിൻ്റെ എസൻസ് എന്താണ്? ശാസ്ത്രത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് ചോദിച്ചു. ശാസ്ത്രങ്ങൾ കുറേ ഉണ്ട് അല്ലേ? എന്തൊക്കെ ഉണ്ട് ശാസ്ത്രം? എന്തൊക്കെ ഉണ്ട്? 4 വേദമുണ്ട്, പിന്നെ ഉപനിഷത്തുണ്ട്, പിന്നെ പുരാണങ്ങളുണ്ട്, ഇതിഹാസമുണ്ട് അല്ലേ? രാമായണം, മഹാഭാരതം, പിന്നെ സംഹിതയുണ്ട്, പിന്നെ പഞ്ചരാത്രമുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ചേരുമ്പോഴാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. 4 വേദം എന്ന് പറഞ്ഞാൽ ഋഗ്, യജുർ, സാമ, അഥർവം. എന്തിനാ 4 വേദം ഉണ്ടാക്കിയത് വ്യാസദേവൻ? ഫസ്റ്റ് 4 വേദം ഇല്ലായിരുന്നു, 1 വേദം മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ 4ആയിട്ട് ഭാഗിച്ചു. എന്തിനാ ഭാഗിച്ചത്? കലിയുഗത്തിലെ മന്ദ സുമന്ദമതയ, മന്ദബുദ്ധികളാണ്, മന്ദഭാഗ്യമുള്ളവരാണ്. മന്ദബുദ്ധികളായതുകൊണ്ട് ഇത്രയും വേദം ഒന്നിച്ച് പഠിച്ചാൽ മനസ്സിലാവില്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്ത് പാർട്ടാക്കി, 4 സെപ്പറേറ്റായിട്ട് ആവശ്യമുള്ളത് പഠിച്ചു വന്നു. 4 സെക്ഷനാക്കി മാറ്റി. എന്തൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4ലും എന്താ പറയുന്നത് വെച്ചാൽ അവരവരുടെ ഗുണങ്ങൾക്ക് അനുസരിച്ചിട്ട് ആ വേദം പഠിക്കാം. ഇപ്പോൾ തമോ ഗുണത്തിലിരിക്കുന്നവരാണെങ്കിൽ ആ രീതിക്ക് പഠിക്കാം, രജോ ഗുണത്തിലിരിക്കുന്നവർ അത് പഠിക്കാം, സാത്വിക ഗുണത്തിലുള്ളവർ അത് പഠിക്കാം, ദേവതകളെ ഉപാസിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഭഗവാനെ ഉപാസിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ വേദങ്ങൾ പകുതിയാക്കി. കാരണം അവരുടെ ഇൻ്റലിജൻസ് അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്തു. പക്ഷെ ഇതിൻ്റെ എസൻസ് എന്താണ്? അന്തസത്ത എന്താണ് വേദത്തിൻ്റെ? ഭഗവാനെ സേവിക്കുക, ഭഗവാനെ മനസ്സിലാക്കി. വേദത്തിൻ്റെ ഉദ്ദേശം എന്തിനാണ്? ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വേദം. ഉപനിഷത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? രാമായണം, മഹാഭാരതം. പക്ഷെ വ്യാസദേവൻ ഇതെല്ലാം എഴുതിയിട്ട് വ്യാസദേവന് സന്തോഷം ഉണ്ടായില്ല. അപ്പോൾ വ്യാസദേവൻ എന്ത് ചെയ്തു? എത്രയോ വലിയ കാര്യമാണ് ചെയ്തത്. ഇതെല്ലാം ചെയ്തിട്ട് വ്യാസദേവൻ വിഷമിച്ചിട്ടിരിക്കുമ്പോൾ അദ്ദേഹം ആരെ പ്രാർത്ഥിച്ചു? അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചു. ഗുരുവിനെ പ്രാർത്ഥിച്ചപ്പോൾ ഗുരു പ്രത്യക്ഷപ്പെട്ടു. വ്യാസദേവൻ്റെ ഗുരു ആരാണ്? നാരദമുനി പ്രത്യക്ഷപ്പെട്ടു. നാരദമുനി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എന്തിനാ വിഷമിക്കുന്നത്? എന്താണോ യഥാർത്ഥത്തിൽ നീ ചെയ്യേണ്ടത് ആ കാര്യം ചെയ്തില്ല എന്ന് പറയും. എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെക്കുറിച്ച് നീ പറഞ്ഞില്ല, അത് പറഞ്ഞാൽ നിനക്ക് സന്തോഷം ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് സന്തോഷം കിട്ടാത്തത്? ഭൗതിക വിഷയം മാത്രം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് തൃപ്തി ഉണ്ടാകാത്തത്. തൃപ്തി ഇല്ലാത്തതുകൊണ്ട് സന്തോഷവുമില്ല. പക്ഷെ ഭഗവാനെക്കുറിച്ച് പറഞ്ഞാലോ സന്തോഷം കിട്ടും. അപ്പോൾ വ്യാസദേവൻ എന്ത് ചെയ്ത്? ശ്രീമദ് ഭാഗവതം രചിച്ചു അല്ലേ? അത് രചിച്ചപ്പോൾ വ്യാസദേവന് സന്തോഷം കിട്ടി. അപ്പോൾ ആര് പറഞ്ഞിട്ടാണ് ചെയ്തത്? വ്യാസൻ്റെ ആധ്യാത്മിക ഗുരു പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയും വ്യാസദേവൻ വേറെ ആരുമല്ല, ഭഗവാന്റെ അവതാരമാണ്. എന്നിരുന്നാലും വ്യാസദേവൻ കാണിക്കുകയാണ്, ഭൗതിക ലോകത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ പ്രശ്നത്തിന് ഉത്തരം ആരാ തരുന്നത്? ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കിട്ടും. അപ്പോൾ എപ്പോഴും ആ ഗുരുസ്മരണ ഉണ്ടെങ്കിൽ, ഗുരുഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാകും. അത് ഫോളോ ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും? സന്തോഷവും നമുക്ക് കിട്ടും എന്ന് എവിടെ പഠിക്കാം? നമുക്ക് ഈ ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ ആ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ എന്താണ് ഈ സ്ക്രിപ്ചേഴ്സ്, ഈ വേദത്തിൻ്റെ എസൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലോകത്തിലെ ജനങ്ങൾക്ക് നന്മയുണ്ടാകുന്ന കാര്യം എന്താണ്? രണ്ടാമത്തത് വേദങ്ങളിലിരുന്ന് മനസ്സിലാക്കേണ്ടത് ആരെയാണ് എന്നാണ്.
മൂന്നാമത്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ എന്തുകൊണ്ടാണ് ദേവകിക്കും വസുദേവർക്കും മകനായി ജനിച്ചു? കൃഷ്ണൻ എന്തിനാണ് ജനിച്ചത്? കൃഷ്ണൻ്റെ തന്നെ ചോദിക്കണം. കൃഷ്ണൻ സ്വരാടാണ്. സ്വരാടെന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്ന വ്യക്തികളാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ചോദിക്കാൻ അധികാരമില്ല. എന്നിരുന്നാലും ഒരു ഭക്തൻ അവർ എത്രയോ വർഷങ്ങൾ യുഗങ്ങൾ തപസ് ചെയ്തിട്ട് മകനായിട്ട് അവതരിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ കൃഷ്ണൻ അവരുടെ മകനായിട്ട് അവതരിച്ചു. എന്തിനാ അവതരിച്ചത്? ധർമ്മത്തിനെ നിലനിർത്താൻ, അല്ലേ? പിന്നെ അസുരന്മാരെ നിഗ്രഹിക്കാൻ, ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാനായിട്ട് കൃഷ്ണൻ യുഗം തോറും അവതരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ വന്നു. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? വസുദേവർക്കും ദേവകിക്കും എന്തുകൊണ്ടാണ് കൃഷ്ണൻ മകനായിട്ട് ജനിച്ചു? നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പുരുഷാവതാരമായിട്ട് വന്നു. കൃഷ്ണലീല ചെയ്തു. പക്ഷെ അതിൽ പ്രത്യേകിച്ച് എന്ത് അവതാരം എടുത്തു? പുരുഷാവതാരം. പുരുഷാവതാരം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്തൊക്കെ വിഷ്ണു? 3 വിഷ്ണു ഉണ്ട്. ഏതൊക്കെയാണ്? ആദ്യം കാരണം, ഫസ്റ്റ് റീസണാണ്, അല്ലേ? എല്ലാത്തിനും ഒരു കാരണമില്ലേ? അതുപോലെ ഫസ്റ്റ് കാരണോദകസായി വിഷ്ണു. അത് കഴിഞ്ഞ് ഗർഭത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിച്ചതുണ്ട്, ഗർഭോദകസായി വിഷ്ണു. അടുത്തത് ക്ഷീരോദകസായി വിഷ്ണു. അപ്പോൾ 3 വിഷ്ണു. ഈ പുരുഷാവതാരമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എങ്ങനെ സൃഷ്ടി നടത്തുന്നു എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞു, അല്ലേ? മഹത്തത്വത്തിൽ നിന്ന് വന്നു, ബ്രഹ്മാവ് ഫസ്റ്റ് ജനിച്ചു, ബ്രഹ്മാവ് നാരദമുനിയെ സൃഷ്ടിച്ചു, പിന്നെ 4 കുമാരന്മാർ വന്നു. ഇങ്ങനെ സൃഷ്ടി നടക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. അപ്പോൾ സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് വന്ന അവതാരമാണ് ഏത്? പുരുഷാവതാരം എന്ന് പറയും. അപ്പോൾ ഭഗവാൻ ഒരു ശ്വാസം എടുക്കുമ്പോൾ കംപ്ലീറ്റ് പ്രപഞ്ചവും അകത്ത് പോവും. അടുത്ത ശ്വാസം അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ലോകത്തിൽ ഒരു ജീവാത്മാവ് ഉണ്ടാവില്ല, എല്ലാവരും ഭഗവാന്റെ അകത്താണ്. ഫുൾ വെള്ളം മാത്രം ഉണ്ടാവും. അങ്ങനെ അതിൽ ആര് ശയനിച്ച് കിടക്കും? ഭഗവാൻ വിഷ്ണു ശയനിച്ച് കിടക്കും. അടുത്ത ശ്വാസം ഭഗവാൻ പുറത്ത് വിടുമ്പോൾ കംപ്ലീറ്റ് സൃഷ്ടിയും സ്റ്റാർട്ട് ചെയ്യും. അവിടെയാണ് തിരിച്ച് ഓരോരുത്തർ 3 വിഷ്ണുക്കൾ വരും, ഇങ്ങനെയെല്ലാം വരും, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സൃഷ്ടി നടക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുക? പുരുഷാവതാരം എന്ന് പറയാം. അടുത്തത് ലീലാവതാരം. ഇനി കൃഷ്ണൻ എന്തായിട്ട് വന്നു? ലീലാവതാരം വന്നു. ലീലാവതാരം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ലീല കാണിക്കും. കൃഷ്ണൻ ഈ ഭൂമിയിൽ വന്നിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടോ? സ്കൂളിൽ പോയി പഠിക്കണം, അടുത്തത് വലുതാവണം, പിന്നെ കാശുണ്ടാക്കണം, ജോലിക്ക് പോകണം, പിന്നെ അത് കഴിഞ്ഞ് അച്ഛനെ അമ്മയൊക്കെ നോക്കണം. ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കൃഷ്ണന് ആരുടെ അടുത്ത് അസൂയ ഉണ്ടോ? എന്തുകൊണ്ട്? നമുക്ക് ഇല്ലെങ്കിലല്ലേ, എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ വേറൊരാൾ വെച്ചിരുന്നാൽ നമുക്ക് അസൂയ ഉണ്ടാവും. എല്ലാം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാനല്ലേ ശ്രമിക്കത്തുള്ളൂ. വേണ്ടാത്തതെങ്കിലും കൊടുക്കൂലേ? എല്ലാം കൊടുത്തില്ലെങ്കിലേ. അപ്പോൾ ഒരിക്കലും നമുക്ക് അസൂയ ഉണ്ടാവില്ല. അതുകൊണ്ട് കൃഷ്ണന് അസൂയ ഉണ്ടാവില്ല. കൃഷ്ണൻ പരമപുരുഷനാണ്. അങ്ങനത്തെ ഭഗവാൻ വന്നിട്ട് കള്ളം പറഞ്ഞോ? കൃഷ്ണൻ കള്ളം പറഞ്ഞോ? കൃഷ്ണന് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? വസ്ത്രം മോഷ്ടിച്ചോ? വസ്ത്രം മോഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും കൃഷ്ണൻ്റെയാണ്. കൃഷ്ണന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കൃഷ്ണൻ എല്ലാം ചെയ്തു. കൃഷ്ണൻ എന്തിനാണ് മോഷ്ടിക്കാൻ പോയത്? വെണ്ണ കിട്ടാത്തതുകൊണ്ടാണോ? പട്ടിണി കിടന്നിട്ട് വിശന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി എടുത്ത് കഴിക്കാം, അതുകൊണ്ടാണോ കൃഷ്ണൻ എടുത്തത്? പിന്നെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ വേറൊരാളുടേതാണ് ഞാൻ എടുക്കുമെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? മോഷ്ടിക്കുന്നത്. എൻ്റെ തന്നെ ഞാൻ മോഷ്ടിക്കുമോ? ഇപ്പോൾ ഇവിടെ ഒരു 100 രൂപ ഉണ്ട് എൻ്റെ പോക്കറ്റിൽ. ഇതിനെ തന്നെ ഞാൻ എടുത്ത് ഈ പോക്കറ്റിൽ വെച്ച്, അറിയാതെ ഈ പോക്കറ്റിൽ വെച്ച്. അപ്പോൾ ഞാൻ 100 രൂപ മോഷ്ടിച്ചോ? ഇല്ല. പക്ഷെ അവിടെ ഒരു പേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് ഒരു 100 രൂപ എടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മോഷ്ടിച്ചു. അപ്പോൾ എൻ്റെ അല്ലെങ്കിൽ ഞാൻ മോഷ്ടിക്കും. പക്ഷേ എൻ്റെ സ്വന്തം സാധനം ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? മോഷ്ടിക്കില്ല. അപ്പോൾ കൃഷ്ണന് ഒരിക്കലും എന്താണ്? കരയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വെണ്ണ മോഷ്ടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് എത്ര സമയം യുദ്ധം ചെയ്തു? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യുദ്ധം ചെയ്തു, അല്ലേ? അപ്പോൾ അത്രയും സമയം കൃഷ്ണന് ശക്തിയില്ലാത്തത് കൊണ്ടാണോ? അതിൽ പറയുന്നു ഹിരണ്യകശിപു പാറ്റയെ പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും ഉണ്ടായിരുന്നു. ഒരു പാറ്റയെ കൊല്ലാൻ എത്ര സമയം വേണം നമുക്ക്? എത്ര സമയം വേണം? അപ്പോൾ കൊല്ലാം. പക്ഷെ കൃഷ്ണൻ എത്ര സമയമാണ് യുദ്ധം ചെയ്തത്? നരസിംഹ ഭഗവാൻ ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. എന്തിനാണ് ചെയ്തത്?
ത്രിസന്ധിക്ക് വരം കൊടുത്തു, ബ്രഹ്മാവ് വരം കൊടുത്തു, ഉച്ചയ്ക്ക് കൊല്ലരുത്, രാത്രി കൊല്ലരുത്, പകൽ കൊല്ലരുത്, രാത്രി കൊല്ലരുത്, പിന്നെ അകത്ത് കൊല്ലരുത്, പുറത്ത് കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞ് വരം കൊടുത്തു. അതെല്ലാ വരവും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ സമയം വരെ കാത്തിരുന്നു കൊണ്ട് ആ ലീല. ഇനി ഹിരണ്യകശിപുവിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര ആരോഗ്യമുള്ളതുകൊണ്ട് ആരെ കൂടെങ്കിലും യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു. കാരണം ഭഗവാന് മാത്രമേ സാധിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് അപ്പുറത്തെറിയും, ഓടി വന്ന് ഇങ്ങോട്ടെറിയും, ഇവിടെ നിന്ന് ഒരു എറിയും അപ്പുറത്തെറിയും, ഇങ്ങനെ സമയം സന്ധ്യ വരെ കൃഷ്ണനെ മാറ്റി നിർത്തി. അപ്പോൾ കൃഷ്ണൻ എന്താ ചെയ്തത്? ലീല ചെയ്തു. കൃഷ്ണന് വെണ്ണയുടെ ആവശ്യമേ ഇല്ല, കൃഷ്ണന് വിശപ്പും ദാഹമേ ഉണ്ടാവില്ല. കൃഷ്ണൻ പരമപുരുഷനാണ് അല്ലേ? പക്ഷെ കൃഷ്ണൻ എന്തായത്, ആ ഗോപികൾ ഓരോ ദിവസം വെണ്ണ കടയുമ്പോൾ ഇന്ന് കൃഷ്ണൻ എൻ്റെ വീട്ടിൽ വരുമോ എന്തോ, കൃഷ്ണൻ ഇന്ന് എൻ്റെ വീട്ടിൽ വരുമോ എന്തോ, കൃഷ്ണൻ വന്ന് കഴിക്കണം എന്ന് ഈ സ്നേഹം കൊണ്ട് കൃഷ്ണനെ തന്നെ ഇന്നലെ വന്ന് കഴിച്ചിട്ട് വീടെല്ലാം നശിപ്പിച്ച് വെച്ചിട്ട് പോയി. പക്ഷേ വന്നാൽ വിടരുത്, പിടിച്ച് കെട്ടണം. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആരെക്കുറിച്ചാണ് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ കൃഷ്ണൻ വിചാരിക്കും, ഇത്ര സ്നേഹത്തോട് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെ വരാതിരിക്കും? അപ്പോൾ കൃഷ്ണൻ ഇമ്മീഡിയറ്റായിട്ട് വരും. അപ്പോൾ കൃഷ്ണൻ അവിടെ എന്താ ചെയ്യുന്നത്? ലീലയാണ് ചെയ്യുന്നത്, അല്ലാതെ കൃഷ്ണൻ നിർബന്ധപൂർവ്വം വരണമെന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം ചോദിച്ചത്? എന്തിനാണ് കൃഷ്ണൻ ലീലാവതാരമായിട്ട് വരുന്നു? അപ്പോൾ ലീലാവതാരമായിട്ട് വരാനുള്ള കാരണം എന്താണ്? ഭക്തന്മാരെ സന്തോഷിപ്പിക്കാൻ അല്ലേ? നമ്മൾ കൃഷ്ണനെക്കുറിച്ച് കേൾക്കുമ്പോൾ, കൃഷ്ണൻ്റെ ലീല കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും? സന്തോഷമായിട്ടുണ്ടാവും. എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഇതേ കാര്യങ്ങൾ? ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും. കാരണം അതാണ് ഭഗവാന്റെ ലീല. മനുഷ്യരുടെ ലീല അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അവസാനത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണൻ ഭൂമി വിട്ട് അപ്രത്യക്ഷമായി. ഭൂമിയിൽ നിന്ന് കൃഷ്ണൻ പോയി കഴിഞ്ഞാൽ ഈ ധർമ്മം ആരെ ശരണം പ്രാപിക്കും? ഈ റിലീജിയസ് പ്രിൻസിപ്പിൾ ആരെ ശരണം പ്രാപിക്കും? കൃഷ്ണൻ ഉള്ളതുകൊണ്ട് ഒരു തരത്തിലും അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം വൃന്ദാവനവാസിക്ക് ഒരു പേടിയും ഇല്ലായിരുന്നു. എന്തുകൊണ്ട്? കൃഷ്ണ എന്ന് വിളിച്ചാൽ ആരും ഓടി വരും? ഭഗവാൻ ഓടി വരും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ധൈര്യമാണ്. ഗോപന്മാർ എവിടെയെങ്കിലും കൃഷ്ണൻ പോകല്ലേ എന്ന് പറഞ്ഞാലും പോകും. എന്തുകൊണ്ട് പോകുന്നത്? പോയാൽ ആര് വരും രക്ഷിക്കാൻ? ഭഗവാൻ. ആ ഗുഹയ്ക്കകത്ത് പോകരുതെന്ന് പറയും. അഹാസുരൻ ഇങ്ങനെ വാ തുറന്ന് വെച്ചിരിക്കും. അപ്പോൾ പോകരുതെന്ന് കൃഷ്ണൻ പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ അകത്ത് കയറിപ്പോയി. എന്തുകൊണ്ടാണ്? എന്ത് ധൈര്യത്തിലാണ് പോയത് അവർ? എന്ത് വന്നാലും ആരെ വിളിച്ചാൽ മതി? കൃഷ്ണ എന്നൊരു വിളി വിളിച്ചാൽ ആൾ എത്തിക്കോളും എന്നെ രക്ഷിക്കാൻ. ആ ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആർക്കും പേടിയില്ലായിരുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ഒരു കാരണം വെച്ചാലും കലി പ്രവേശിച്ചിട്ടില്ലായിരുന്നു. കലിയുഗം വന്നില്ല, കലിപുരുഷൻ വന്നില്ല. ഒരു തരത്തിലും അവിടെ ധർമ്മം നശിച്ചിട്ടില്ലായിരുന്നു, പെർഫെക്റ്റായിരുന്നു. പക്ഷെ കൃഷ്ണൻ പോയി ഇമ്മീഡിയറ്റായിട്ട് കലിയുഗം സ്റ്റാർട്ട് ചെയ്യാനുള്ള സന്ധ്യ സമയമായപ്പോൾ അവിടെ ആര് വന്നു? കലിയുടെ പ്രവേശനമായി. അപ്പോൾ എന്താ ചെയ്തത്? ആദ്യത്തെ തെറ്റ് എന്താ ചെയ്തത്? ബ്രാഹ്മണൻ ശപിച്ചു. ആരെ ശപിച്ചു? ഒരു തെറ്റും ചെയ്യാതെ നിസാര ഒരു തെറ്റ് ചെയ്തതിന് വലിയൊരു പണിഷ്മെൻറ്റ് കൊടുത്തു. എന്താണ്? ശമീക ഋഷി തപസ് ചെയ്തുകൊണ്ടിരുന്നു. പരീക്ഷിത് മഹാരാജ് നായാട്ട് കഴിഞ്ഞ് വന്നപ്പോൾ കാട്ടിൽ കൂടെ ഒറ്റയ്ക്ക് പോയിട്ട് ഈ ഋഷിയുടെ ആശ്രമത്തിൽ വന്നിട്ട് വെള്ളം ചോദിച്ചു. അപ്പോൾ ഋഷി എന്ത് ചെയ്യണമായിരുന്നു? വെള്ളം കൊടുക്കണം. കാരണം ഈ ചക്രവർത്തി ഉള്ളത് കാരണമാണ് ഒരു തരത്തിലും പേടിയില്ലാതെ ഈ ആശ്രമത്തിലിരുന്ന് അവർ തപസ് ചെയ്യുന്നു. വന്യമൃഗങ്ങൾ കൂടിയാൽ അവർ എന്ത് ചെയ്യും? വേട്ടയാടി അതിനെ കൊന്ന് കൺട്രോൾ ചെയ്യും. ഇനി അസുരന്മാർ വന്നാൽ അവർ കൊന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇങ്ങനെ എല്ലാ പ്രൊട്ടക്ഷനും ആരാ തരുന്നത്? ഈ പരീക്ഷിത് മഹാരാജ് രാജാവ് ക്ഷത്രിയനാണ് കൊടുക്കുന്നത്. അവർ ഉള്ളത് കൊണ്ടാണ് ഇത്ര പീസ്ഫുള്ളായിട്ട് കാട്ടിലിരുന്ന് ഇവർ തപസ് ചെയ്യുന്നത്. രാമചന്ദ്രമൂർത്തി ആര് കൊണ്ടുപോയി? വിശ്വാമിത്രൻ കൊണ്ടുപോയി. ചെറിയ കുട്ടിയായിരിക്കും. എന്തിനാണ് കൊണ്ടുപോയത്? അസുരന്മാരെല്ലാം യജ്ഞം ചെയ്തപ്പോൾ തടസ്സം ഉണ്ടാക്കി. ആ തടസ്സത്തിന് ആരൊക്കെ വിളിച്ചുകൊണ്ട് പോയി? ക്ഷത്രിയനെ വിളിച്ചുകൊണ്ട് പോയി. അതുപോലെ ഈ രാജാവിൻ്റെ പ്രൊട്ടക്ഷനിലാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പരീക്ഷിത് മഹാരാജ് രാജാവ് ചക്രവർത്തി വന്നാൽ വെള്ളം കൊടുക്കണോ വേണ്ടയോ? ഒരു മുനിയുടെ ഡ്യൂട്ടിയാണ്, ഒരു ബ്രാഹ്മണൻ്റെ ഡ്യൂട്ടിയാണ് കാട്ടിൽ വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുമില്ല. അദ്ദേഹം ഫുള്ളി മനനത്തിലിരിക്കുകയാണ്. ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന വ്യക്തിയെ പരീക്ഷിത് മഹാരാജ് വെള്ളം എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായല്ല എന്താ ചോദിക്കുന്നത്. അപ്പോൾ എന്തായി? ദേഷ്യം വന്നു. എന്തുകൊണ്ട്? ഇതാണ് പ്രകൃതിയിലെ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മൾ ദേഷ്യം ഉണ്ടാകും. നമ്മൾ വിചാരിക്കും നന്നായിട്ട് ജപിക്കുന്നു, വായിക്കുന്നു, ഡിവോട്ടിയാണ്, ഇനി ആരെടുത്ത് ദേഷ്യപ്പെടരുത്, ഇനി ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം, എല്ലാ പ്ലാനും ചെയ്യും.
പക്ഷെ നമ്മളെ പ്ലാൻ എല്ലാം പൊളിക്കും. എന്ത് പൊളിക്കും? ചിലപ്പോൾ പ്രകൃതിയുടെ കാര്യങ്ങൾ ഭഗവാന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ചില സമയം അതും തെറ്റുന്നു. അപ്പോൾ അതുപോലെ ഭഗവാന്റെ പ്ലാൻ ആയതുകൊണ്ട് ഇദ്ദേഹം വിളിച്ചത് ആരുടെ ചെവിയിൽ കേട്ടില്ല? ശമീക് ഋഷിയുടെ ചെവിയിൽ കേട്ടില്ല. അദ്ദേഹം വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തില്ല. ദേഷ്യത്തിൽ അവിടെ ചത്ത പാമ്പിനെടുത്ത് കഴുത്തിലിട്ടു. ചെറിയ തെറ്റാ ചെയ്തത്. ഒരു മുനിയാണ്, വലിയ തെറ്റുമാണ്. പക്ഷെ എന്നാൽ തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ മരണം കൊടുക്കേണ്ട ഒരു തെറ്റല്ല അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ തെറ്റിയിട്ട് വെള്ളം ദാഹം കൊണ്ട് ദേഷ്യം കൊണ്ട് അറിയാതെ ഒരു തെറ്റ് ചെയ്തു. ആ ചത്ത പാമ്പിനെടുത്ത് മുനിയുടെ. പക്ഷെ അദ്ദേഹം ഇട്ടിട്ട് തിരിച്ച് കൊട്ടാരത്തിൽ പോകുന്ന വഴിക്ക് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്, ഞാൻ വലിയ തെറ്റ്, ഇതിന് എന്ത് പണിഷ്മെൻറ്റ് ഭഗവാൻ തന്നാലും ഞാൻ സ്വീകരിക്കാമെന്ന് മനസ്സിൽ ആദ്യമേ ചിന്തിച്ചു. ആരെ? പരീക്ഷിത് മഹാരാജ്. തീർച്ചയായും ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് എന്ത് കിട്ടും? പണിഷ്മെൻറ്റ് കിട്ടും. ഇതാണ് ഡിവോട്ടി. നമ്മളാണെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ എനിക്കെന്തിനാ ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കും. പക്ഷേ അദ്ദേഹം എങ്ങനെ വിചാരിച്ചത്? ഞാൻ ഓൾറെഡി തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഭഗവാൻ എനിക്ക് പണിഷ്മെൻറ്റ് തീർച്ചയായും തരും, എന്ത് വന്നാലും സ്വീകരിക്കാൻ തയ്യാറായിട്ടിരുന്നു. അതുപോലെ ആ ശമീക് ഋഷിയുടെ മകൻ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഗ്രൗണ്ടിൽ നിന്നിങ്ങനെ കണ്ണടച്ച് ധ്യാനിച്ചതും എന്ത് കണ്ടു? അച്ഛൻ്റെ കഴുത്തിൽ പാമ്പിട്ടിരിക്കുന്നത് കണ്ടു. നിലവിളിച്ച് കരഞ്ഞു കുട്ടി. കരഞ്ഞിട്ട് ഇമ്മീഡിയറ്റായിട്ട് ശപിച്ചു, 7 ദിവസത്തിൽ ഈ തെറ്റ് ചെയ്ത വ്യക്തി ചത്തുപോട്ടെ, 7 ദിവസത്തിൽ. അപ്പോൾ ചെയ്തതിന് ഇങ്ങനെയാണ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. സ്കൂളിൽ കുട്ടി നോട്ട് എഴുതിയില്ല എന്ന് പറഞ്ഞ് ടീച്ചർ കൈവെട്ടി എങ്ങനെ ഉണ്ടാവും? പണിഷ്മെൻറ്റ് കറക്റ്റാണോ? അല്ല. അപ്പോൾ ഒരു റോങ്ങായ പണിഷ്മെൻറ്റ് കൊടുക്കും. അതാണ് ബ്രാഹ്മണൻ ചെയ്ത ആദ്യത്തെ തെറ്റ്. ശക്തി, ആ കാലം വരെ ബ്രാഹ്മണന് ഭയങ്കര തപശ്ചര്യയും ശക്തിയും എല്ലാം ഉണ്ടായിരുന്നു, പ്യൂരിറ്റിയും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് കലി തുടങ്ങിയതും ഓട്ടോമാറ്റിക്കായിട്ട് ആ കുട്ടി പോലും അറിയാതെ ശപിച്ചു. ആ ക്വാളിറ്റി ആ കുട്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആ വംശത്തിൽ തന്നെ ആ തപശ്ചര്യ അങ്ങ് നഷ്ടപ്പെട്ടവർക്കെല്ലാം. അവിടെയാണ് ബ്രാഹ്മണൻ്റെ ക്വാളിറ്റി എവിടെ കുറയുന്നത്? ആ ഫസ്റ്റ് തെറ്റാണ്, മിസ്റ്റേക്ക്. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? യുഗത്തിൻ്റെ തെറ്റാണ്. ആ കലിയുഗമായതുകൊണ്ട് സംഭവിച്ചതാണ്. കറക്റ്റായിട്ട് ആ കുട്ടി ശപിച്ചു പരീക്ഷിത് മഹാരാജ്. എന്നിട്ട് പരീക്ഷിത് മഹാരാജ് വീട്ടിൽ പോയത് ന്യൂസ് കിട്ടി, എന്താണ്? 7 ദിവസത്തിൽ മരിച്ചു പോകുന്നു. പക്ഷെ പരീക്ഷിത് മഹാരാജ് വെപ്രാളമോ ടെൻഷനോ കരയോ ഒന്നും ചെയ്തില്ല. ഓൾറെഡി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്? എനിക്ക് എന്ത് പണിഷ്മെൻറ്റ് വേണമെങ്കിലും കിട്ടാം, ചിലപ്പോൾ എൻ്റെ കുടുംബമേ നശിച്ചു പോകുമായിരിക്കും ഇത് കാരണം, എന്ത് വേണമെങ്കിലും സംഭവിക്കും. പക്ഷെ കിട്ടിയ പണിഷ്മെൻറ്റ് എന്താണ്? ഹയസ്റ്റ് പണിഷ്മെൻറ്റാണ് മരണം. ഹാപ്പി ആയിട്ട് സ്വീകരിച്ചു. ഇനി 7 ദിവസമുണ്ട്. അപ്പോൾ എന്താണ്? ഇനി 7 ദിവസമുണ്ട് എനിക്ക് ജീവിക്കാം. അതുമാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ 7 ദിവസത്തിൽ ഞാൻ ചെയ്യേണ്ട പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഈശ്വരൻ്റെ അടുത്ത് തിരിച്ചു പോകലാണ് എന്നാര് പറഞ്ഞു കൊടുത്തു? ആ കൊട്ടാരത്തിലിരുന്ന് ഋഷിമാർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഗംഗയുടെ തീരത്തിൽ പോകണം, അവിടെ പോയി തപസ്സിരിക്കണം. ഗംഗയുടെ തീരത്തിൽ പോയപ്പോൾ ആരുടെ ഒരു ഇൻവിറ്റേഷനും ഇല്ലാതെ കൃത്യസമയത്ത് ആരെത്തി? ശുഗമുനി എത്തി. ആരും വിളിച്ചില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ആരുടെ നിയോഗമാണ്? ഭഗവാൻ കൃത്യമായിട്ട് എല്ലാ കാര്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശപിക്കണം, ഈ കുട്ടി ഇങ്ങനെ ശപിക്കണം, ആ മുനി ഇങ്ങനെ ചെവി കേൾക്കാത്തതുപോലെ ഇരിക്കണം, പരീക്ഷത്തിന് ശാപം കിട്ടണം, കറക്റ്റ് ഗംഗയുടെ തീരത്തിൽ വരണം. ആരും ആ സമയത്ത് വരും? ശുഗമുനിയും വരും. അച്ഛനെ വിട്ട് പോയതാണ്. എപ്പോൾ പോയി? ജനിച്ചപ്പോൾ പോയ വ്യക്തി തിരിച്ച് എപ്പോഴാണ് വരുന്നത്? 16 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു വലിയ കുട്ടിയായിട്ട്. അങ്ങനെ തിരിച്ചു വന്നു. തിരിച്ച് വന്നപ്പോഴാണ് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്തു. ആര്? ശുഗമുനിയെ. അപ്പോൾ ശുഗമുനിയെ പോലെ ആ ക്വാളിറ്റിയുള്ള വ്യക്തികളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് അവരിൽ നിന്ന് ശ്രീമദ് ഭാഗവതം കേട്ടാൽ നമ്മുടെ എല്ലാ ഭൗതിക ദുഃഖങ്ങളും മാറും എന്നുള്ളത് സംശയമില്ല. ഇതാണ് ആദ്യത്തെ സ്കന്ധത്തിൽ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് വിഷമം ബുദ്ധിമുട്ട് വന്നാൽ എന്താ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതം വായിക്കണം. നിരന്തരം നിത്യം ഭാഗവത സേവ, ദിവസവും ശ്രീമദ് ഭാഗവതം വായിച്ചാൽ മാത്രം മതി. പ്രശ്നങ്ങൾ പോയിരിക്കും, ഡൗട്ടേ ഇല്ല. കാരണം എങ്ങനെയാണ് പ്രശ്നം പോകുന്നത്? പരീക്ഷത്തിൻ്റെ പ്രശ്നം എങ്ങനെ പോയി? മരണം നിന്ന് കിട്ടിയോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് പ്രശ്നം പോയി? മരണം എന്തായാലും വരും, ദുരിതം എന്തായാലും വരേണ്ടതനുസരിച്ച് വരും. പക്ഷെ ഇതൊന്നും നമ്മൾ സഫർ ചെയ്യില്ല. അനുഭവിക്കുന്നതെല്ലാം മനസ്സാണ് കാരണം, അല്ലേ? ഒരാൾ ചീത്ത പറഞ്ഞാൽ ഞാൻ കരയണോ വേണ്ടയോ എന്ന് ആര് തീരുമാനിച്ചാൽ മതി? ഇപ്പോൾ എനിക്ക് കരയണ്ട, പോട്ടെ, ചീത്ത പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് പോയാൽ എനിക്ക് വല്ല വിഷമം ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ ചീത്ത പറഞ്ഞ ഉടനെ അങ്ങനെ ഫീൽ ചെയ്താലോ?
പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എവിടെയാണ് റീസൺ? നമ്മുടെ മൈൻഡാണ്. സോ ആ മനസ്സ്, സ്ട്രോങ് ആയിട്ടുള്ള മനസ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് 6 ചോദ്യങ്ങൾ അവർ ചോദിച്ചു. അവർക്ക് വേണമെങ്കിൽ ഈ ചോദ്യം ഒന്നും ചോദിക്കാതെ കൃഷ്ണലീലയെല്ലാം ശ്രവിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാമായിരുന്നു, അല്ലേ? ഈ നൈമിഷാരണ്യത്തിലിരുന്ന ഈ ശൗനകാദി എന്ന് പറഞ്ഞാൽ ശൗനക ഋഷിയും പ്ലസ് ആദി ഒരു 88,000 ഡിവോട്ടീസ് ഋഷിമാരോടെ ഉണ്ടായിരുന്നു. 88,000 ഋഷിമാരുണ്ടായിരുന്നു. 1000 വർഷങ്ങൾ അവർ കേട്ടു, ശ്രവിച്ചു ഭഗവത് കഥകൾ. അവരെന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോലെയുള്ള ജീവാത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. അല്ലെങ്കിൽ അവർക്ക് ചോദിക്കേണ്ട, അവർക്ക് ജസ്റ്റ് ഭഗവാന്റെ ലീലകൾ മാത്രം കേട്ട് സന്തോഷമായിട്ടിരിക്കാമായിരുന്നു. അവർ ഓരോന്നും ചോദിച്ചു, എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത്? ഇവരെല്ലാവരും ഓൾറെഡി ഈവൻ ശിവൻ ഉണ്ടായിരുന്നു, ബ്രഹ്മാവ് ഉണ്ടായിരുന്നു, അവർക്കൊന്നും വരേണ്ട ആവശ്യവുമില്ലായിരുന്നു. ഇങ്ങനെ ഒരു ലീല നടക്കുന്ന സ്ഥലത്ത് ആര് വരേണ്ട ആവശ്യമില്ല? ശിവനോ ബ്രഹ്മാവോ നാരദമുനിയോ വ്യാസദേവനാണ് മകന് പഠിപ്പിച്ചു കൊടുത്തത്. എങ്കിൽ ആ വ്യാസദേവൻ മകൻ പറയുമ്പോൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുഖമുഖ അമൃതം, അതായത് ഓൾറെഡി ഭാഗവതം എന്ന് പറഞ്ഞാൽ അമൃതം പോലെയാണ്. ഇപ്പോൾ ഒരു കിളി വന്നിട്ട് ഒരു ഫ്രൂട്ട്സിനെ കടിച്ചിട്ടിരുന്ന ആ ഫ്രൂട്ട്സിന് എങ്ങനെ ഉണ്ടാകും? ഒരു മാമ്പഴമുണ്ട്, അതിന് കിളിയാണ് കടിച്ചതെന്നിരിക്കട്ടെ, എങ്ങനെ ഉണ്ടാകും? അതിൻ്റെ ടേസ്റ്റ് കൂടും, അമൃതമാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു പരിശുദ്ധ ഭക്തൻ ശ്രീമദ് ഭാഗവതം, കൃഷ്ണൻ തന്നെ പരിശുദ്ധമാണ്, ആ കൃഷ്ണൻ്റെ ലീലകൾ പരിശുദ്ധമാണ്. ആ പരിശുദ്ധമായ ആ ലീല ഒരു ഭക്തൻ തൊട്ടതുകൊണ്ട് അതിപ്പോൾ എങ്ങനെയായി? അമൃതം പോലെയായി, കൂടുതൽ പരിശുദ്ധമായി, കൂടുതൽ പ്യുവറായി. അപ്പോൾ അത് കേൾക്കാനായിട്ട് വലിയ ആരൊക്കെ വന്നു? ബ്രഹ്മാവും ശിവനും എല്ലാവരും വന്നു. അപ്പോൾ അതിൽ തന്നെ പറയാണ്, ബ്രഹ്മാവും ശിവനും മറ്റ് ദേവന്മാരെല്ലാം മായയ്ക്ക് ഉൾപ്പെട്ടവരാണ്, പക്ഷെ ഭഗവാൻ മായയ്ക്ക് ഉൾപ്പെട്ട വ്യക്തിയല്ല. ഭക്തന്മാരും മായയെ വിജയിച്ച വ്യക്തികളാണ്. അങ്ങനത്തെ ഭക്തൻ. അപ്പോൾ ശുഗമുനി മായയ്ക്ക് പെട്ടതാണോ? ഉൾപ്പെട്ട വ്യക്തിയാണോ? അല്ല. ശുഗമുനി ഒന്നുമേ ബാധിച്ചിട്ടില്ല, ത്രിഗുണത്തിൽപ്പെടാത്ത വ്യക്തിയാണ്. അങ്ങനത്തെ ശുഗമുനി വന്ന് ശ്രീമദ് ഭാഗവതം പറഞ്ഞതുകൊണ്ട് ആ ഭാഗവതം വായിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കാണ് ഹാപ്പിനെസ്, സന്തോഷം. അപ്പോൾ സന്തോഷം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാതെ ഇരിക്കാം. പക്ഷെ നമ്മൾ അത് പഠിച്ചിട്ട് മറ്റുള്ളവരുടെ നിലവാരവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് യഥാർത്ഥ കാരുണ്യം. യോഗിമാർ എന്താ ചെയ്യും? ഇതിൻ്റെ അവസാനത്തെ ലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യോഗിമാർ നേരെ കാട്ടിൽ പോയിരുന്ന് തപസ് ചെയ്യും. അത് സെൽഫിഷ്നെസ്സാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ഒരിടത്ത് പോയിരിക്കുക. പക്ഷെ ഭക്തന്മാരെന്ത് ചെയ്യും? എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും വന്നിരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് ഈ ഉപദേശം കൊടുത്തുകൊണ്ടേയിരിക്കും. അവർ യോഗിമാരെക്കാളും ഗ്രേറ്റാണ്, അല്ലേ? സോ അതാണ് മനസ്സിലാക്കേണ്ടത്. സോ എല്ലാവരും ശ്രീമദ് ഭാഗവതം വായിക്കുക, ഡെയിലി നിത്യം ഭാഗവത സേവയ എന്ന് പറയുന്നുണ്ട്. എത്ര പേരുടെ കയ്യിലുണ്ട് ശ്രീമദ് ഭാഗവതം? നമ്മുടെ ബുക്ക് ഇസ്കോണിൻ്റെ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇല്ലാത്തവരെ വാങ്ങിക്കാൻ ശ്രമിക്കണം, വായിക്കണം. അതുപോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബുക്കില്ല. പ്രഭുപാദ് വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ശ്രീമദ് ഭാഗവതം പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് എല്ലാവരും വായിക്കാൻ ശ്രമിക്കണം. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്താണ്? അതെ, ഫുൾ വോളിയൂമായിട്ട് കിട്ടും. പിന്നെ ഇവിടെ ഉള്ള ഭക്തന്മാർക്ക് നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റിലൊക്കെ തരാം, അത് മാത്രം ചെയ്തു തരാം. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്തെങ്കിലും സംശയമുണ്ടോ? വാഞ്ചാകൽപാതരൂപ്യസ്യ കൃപാസിന്ധുഭ്യോ ച പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ആനന്ദകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗൗരപ്രേമാനന്ദ.